ശനിയാഴ്ച പുലർച്ചെ പാകിസ്ഥാനിലെ 3 വ്യോമതാവളങ്ങളിൽ ശക്തമായ സ്ഫോടനം നടന്നതായി റിപ്പോർട്ട്. തലസ്ഥാനമായ ഇസ്ലാമാബാദിനടുത്തുള്ള ഒരു പ്രധാന സ്ഥാപനം ഉൾപ്പെടെ രാജ്യത്തിന്റെ വ്യോമ അതിർത്തിയിലുള്ള എല്ലാ സിവിലിയൻ വാണിജ്യ കെട്ടിടങ്ങളെല്ലാം അടച്ചുപൂട്ടാൻ പാകിസ്ഥാൻ സർക്കാർ നിർബന്ധിതരായി. ഇസ്ലാമാബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെ രാജ്യത്തിന്റെ സൈനിക ആസ്ഥാനത്തോട് ചേർന്നുള്ള ഒരു പ്രധാന സ്ഥലമായ റാവൽപിണ്ടിയിലെ നൂർഖാൻ, മുരീദ്, റഫീഖി എന്നീ 3 വ്യോമസേനാ കേന്ദ്രങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നുവെന്നാണ് പാകിസ്ഥാൻ സൈന്യം പുറത്തുവിടുന്ന വിവരം. നൂർഖാൻ വ്യോമതാവളത്തിന് തീപിടിച്ചതായി കാണിക്കുന്ന ചില വീഡിയോകൾ പാകിസ്ഥാൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോ ശരിയാണെന്ന സ്ഥിരീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. പാകിസ്ഥാനിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ വ്യോമസേനാ കേന്ദ്രമാണ് നൂർഖാൻ. മുൻപ് ചക്ലല എയർബേസ് എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. അതേസമയം വടക്ക് ലേ മുതൽ തെക്ക് സർ ക്രീക്ക് വരെയുള്ള 26 സ്ഥലങ്ങളിലെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ രാത്രി ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. പ്രധാന വ്യോമതാവളങ്ങൾ, മുൻനിര സൈനിക താവളങ്ങൾ എന്നിവയടക്കം അവർ ലക്ഷ്യമിട്ടു. എന്നാൽ പാകിസ്ഥാന്റെ ഓരോ നീക്കവും ഇന്ത്യ വിജയകരമായി ചെറുത്തു. ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ നടക്കുമ്പോൾ പാകിസ്ഥാൻ വ്യോമ അതിർത്തി തുറന്നിട്ടുകൊണ്ട് അന്താരാഷ്ട്ര വ്യോമ ഗതാഗതത്തെ അപകടത്തിലാക്കുന്നുവെന്ന് ഇന്ത്യ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. യാത്രാ വിമാനങ്ങളെ പാകിസ്ഥാൻ കവചമാക്കി ഉപയോഗിച്ചു. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം പറക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് ഇത് ഭീഷണിയാണെന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും കേണൽ സോഫിയ ഖുറേഷിയും പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ പാകിസ്ഥാൻ ഇന്ന് തങ്ങളുടെ വ്യോമ അതിർത്തി അടച്ചുപൂട്ടി. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഡൽഹി വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള 138 വിമാന സർവീസുകൾ റദ്ദാക്കി. വിമാനത്താവളങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ വ്യോമപാത ഉച്ചയ്ക്ക് 12 മണിവരെ അടച്ചു. പെഷവാറിലേക്കുള്ള പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് വിമാനം PIA 218 ആണ് അവസാനമായി പറന്നതെന്നാണ് റിപ്പോർട്ടുകൾ. വ്യോമപാത അടയ്ക്കാതെയുള്ള പാകിസ്ഥാന്റെ ആകാശ യുദ്ധത്തിൽ ഇന്ത്യ ആശങ്കയറിയിക്കുകയും കർശന താക്കീത് നൽകുകയും ചെയ്തിരുന്നു. സാധാരണക്കാരുടെ ജീവൻ വച്ചുള്ള ബാലിശമായ പാകിസ്ഥാന്റെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാക് വ്യോമപാത അടച്ചുവെന്ന വാർത്ത പുറത്തുവരുന്നത്. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇന്റർനാഷണൽ വിമാനം അടിയന്തരമായി ലാൻഡിംഗ് നടത്തി. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. റാവൽപിണ്ടിയിലെയും ചക്വാൾ, ഷോർകോട്ട് എന്നീ സ്ഥലങ്ങളിലെയും വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും ലാഹോർ ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന നഗരങ്ങളിലും സ്ഫോടനങ്ങളുണ്ടായതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിർത്തി കടന്നുള്ള പാകിസ്ഥാൻ ആക്രമണത്തിൽ പാക് അധീന കശ്മീരിലെ നീലം താഴ്വരയിലും സിയാൽകോട്ടിലും ഇന്ത്യ ശക്തമായ തിരിച്ചടിയും നൽകി. സിർസയിലെ ഇന്ത്യൻ വ്യോമാതിർത്തിക്ക് മുകളിലൂടെ വന്ന പാകിസ്ഥാന്റെ ദീർഘദൂര മിസൈൽ ഇന്ത്യ വിജയകരമായി തടഞ്ഞു. S-400, ആകാശ്, L-70, Su-23, ഷിൽക്ക എന്നീ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യൻ മണ്ണിലേക്കുള്ള പാകിസ്ഥാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും തടയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.